നമസ്കാരം. സന്ദീപ് വാര്യർ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വക്താവിനോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു വ്യക്തിവിരോധവുമില്ല. അദ്ദേഹം BJP-യിൽ ഉണ്ടായിരുന്നപ്പോൾ BJP-യുടെ വക്താവായിരുന്നു. ഒരുപാട് ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ BJP അനുകൂല കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങൾ തേടിയുള്ള യാത്രക്കിടയിൽ അദ്ദേഹം കോൺഗ്രസിലെത്തി എന്ന് വിചാരിച്ച് അദ്ദേഹത്തോട് നമുക്ക് വ്യക്തിപരമായി ഒരു എതിർപ്പുമില്ല. പക്ഷേ ഈ അസത്യങ്ങളും അർത്ഥസത്യങ്ങളും അല്ലെങ്കിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും അദ്ദേഹം വിളിച്ചു പറയുകയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ നമുക്ക് ശബ്ദമുയർത്തിയേ പറ്റൂ. കാരണം അവാസ്തവങ്ങളായ കാര്യങ്ങൾ തെറ്റിദ്ധാരണാജനകമായി ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും പല പ്രതികരണങ്ങളും നടത്താറുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്തേക്കാം. അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹം അവാസ്തവങ്ങളായ കാര്യങ്ങൾ, അസത്യങ്ങൾ ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ വിളിച്ചു പറയുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. അദ്ദേഹം ഇന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സമാധി ദിനമാണ്. അന്ന് ഗാന്ധി ജയന്തി ദിനത്തിലും ഗാന്ധി സമാധി ദിനത്തിലും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാർ തന്നെ പല തരത്തിലുള്ള ചടങ്ങുകളും പ്രാർത്ഥനകളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രപിതാവ് എന്ന നിലയ്ക്കുള്ള ആ ഒരു എല്ലാവിധ അംഗീകാരവും അതിന്റെ പ്രോട്ടോകോൾ പ്രകാരം ദ ഫാദർ ഓഫ് ദ നേഷൻ എന്നുള്ള എല്ലാവിധ അംഗീകാരവും ബഹുമാനവും പരിഗണനയും ഒക്കെ തന്നെ മഹാത്മാഗാന്ധിക്ക് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും നൽകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം. അപ്പോൾ അതിലേക്ക് RSSനെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ വലിച്ചിഴയ്ക്കുന്നത് എന്തിനാണ്? ഹിന്ദു മഹാസഭ പ്രവർത്തകനായ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന വ്യക്തിയാണ് ഗാന്ധിജിയുടെ ഘാതകൻ. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം ഗാന്ധിജിയുമായി. ഗാന്ധിജിയുടെ ഘാതകനെ ഒരിക്കലും RSSO അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ വൃത്തങ്ങളോ കേന്ദ്ര സർക്കാരോ ഒന്നും തന്നെ അനുകൂലിച്ചിട്ടില്ല. അവർക്ക് അനുകൂലമായി നിന്നിട്ടില്ല. ഈ ഒരു വിഷയത്തിൽ RSS ആണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വന്നതും നമ്മൾ കണ്ടതാണ്. ഇതാണ് സന്ദീപ് വാര്യരുടെ പോസ്റ്റ്. സന്ദീപ് വാര്യർ പോസ്റ്റ് ഇട്ടതല്ല, ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള എന്നുള്ള പേജിൽ വന്ന ഒരു കുറിപ്പ് അദ്ദേഹത്തിന്റെ പേജിൽ ഇട്ടതാണ്. ഞാൻ ആ കുറിപ്പൊന്ന് വായിക്കാം. ജനുവരി 30 RSS തീവ്രവാദികൾ ഈ രാജ്യത്തിന്റെ ആത്മാവിനെ ഗാന്ധിയെ കൊന്ന ദിവസം. മഹാത്മാഗാന്ധി എന്ന നാമവും മഹത്വവും എത്ര തവണ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഇന്ത്യ മഹാരാജ്യത്ത് മഹാത്മാവിന്റെ നാമം എന്നും അനശ്വരമായിരിക്കും. ഇന്ത്യയുടെ മഹാത്മാവിന് സ്മരണാഞ്ജലികൾ എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം എന്ന് പറഞ്ഞുള്ള ചിത്രം സഹിതമാണ് സന്ദീപ് വാര്യർ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നാഥുറാം വിനായക് ഗോഡ്സെ RSSകാരനാണ് എന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് ഗാന്ധിയുടെ വധത്തിന് പിന്നിൽ എന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കാൻ അവാസ്തവമായ ഒരു കെട്ടുകഥയുടെ തണലിൽ, അല്ലെങ്കിൽ കോൺഗ്രസുകാർ വിളിച്ചോതുന്ന ആ ഒരു കപടതയുടെ തണലിൽ നിന്നുകൊണ്ടല്ലേ സന്ദീപ് വാര്യർ എന്ന വ്യക്തി ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് അങ്ങൊരു പൊതുപ്രവർത്തകൻ അങ്ങ് ചെയ്യുന്നത് ശരിയല്ല. അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും സ്നേഹവും, അദ്ദേഹത്തെ വ്യക്തിപരമായി കൂടി നമുക്കറിയാം, വളരെ അടുത്ത ബന്ധം കാത്ത് സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം വ്യക്തിപരമായി. അപ്പം അദ്ദേഹത്തെ പോലെ അറിവും പ്രാപ്തിയുമുള്ള കഴിവുള്ള ഒരു വ്യക്തി, അദ്ദേഹം നല്ലൊരു പ്രസംഗകനാണ്, നല്ലൊരു ചരിത്ര സംഭവങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധമുള്ളയാളാണ്. അദ്ദേഹം ഇത്തരം ചീഞ്ഞു നാറിയ, തരം താണ, വില കുറഞ്ഞ ചെറ്റത്തരങ്ങൾ എഴുതിവിടുന്ന പേജുകൾ ഷെയർ ചെയ്യുന്നത് അത്യന്തം ഖേദകരമാണ്, അത്യന്തം വിമർശനാത്മകമാണ്. ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ആള്, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിയെ പോലെ ഒരു വ്യക്തി ഇത് ചെയ്തുകൂടാൻ പാടില്ല. അങ്ങ് RSS അനുകൂല നിലപാടും BJP കേന്ദ്ര സർക്കാർ അനുകൂല നിലപാടുകളും ഒക്കെ എടുത്ത് പ്രസംഗിച്ചതും ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തതും ഒക്കെ ഇപ്പോൾ പല പേജുകളിൽ ഷെയറുകളായി വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധവാന്മാരല്ല. അങ്ങ് മറ്റൊരു പാർട്ടിയുടെ മുഖമായി നിന്നപ്പോൾ അങ്ങ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ അങ്ങ് മറ്റൊരു പാർട്ടിയുടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ മുഖമായി നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങേക്ക് നിലപാടുകൾ മാറ്റേണ്ടി വരും, അങ്ങേക്ക് അഭിപ്രായങ്ങൾ മാറ്റേണ്ടി വരും, അങ്ങേക്ക് അങ്ങയുടെ സ്വത്തോ ഐഡന്റിറ്റി ഒരു വേള മാറ്റേണ്ടി വന്നേക്കാം. അതൊക്കെ അങ്ങയുടെ കാര്യം, അങ്ങയുടെ പാർട്ടിയുടെ കാര്യം. പക്ഷേ ഇല്ലാ കഥകൾ ചമച്ചുകൊണ്ട്, ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയും കേന്ദ്ര സർക്കാരിനെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അതാരും കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. തീർച്ചയായിട്ടും പ്രതികരിക്കാതിരിക്കാൻ നമുക്കാവില്ല. കാരണം
മഹാത്മാഗാന്ധിയെ കൊന്നത് ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ സംഘടനാ പാരമ്പര്യവും ഒക്കെ തന്നെ എല്ലാവർക്കും അറിയാം. ഹിന്ദു മഹാസഭയുടെ ആ ചരിത്രവും കാര്യങ്ങളും ഒക്കെ അറിയാം. ഹിന്ദു മഹാസഭ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ല. അതൊരു സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്, സംഘടനയാണ്. അവർക്ക് അവരുടേതായ നിലപാടുകൾ ഉണ്ടായിരുന്നിരിക്കാം, ഇപ്പോഴും കാണുമായിരിക്കാം. ഇപ്പോൾ അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇത്തരം അവാസ്തവങ്ങളായ കാര്യങ്ങളിലേക്ക് RSSനെ വലിച്ചിഴച്ചുകൊണ്ട്, RSSനെ വ്യക്തിഹത്യയും സംഘടനാഹത്യയും നടത്തിക്കൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് ശരിയായ ഒരു നിലപാടല്ല. ഒരിക്കലും സന്ദീപ് വാര്യരല്ല, ആരത് ചെയ്താലും ശക്തമായി എതിർക്കും, ശക്തമായി അതിന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തും, ശക്തമായി അതിന്റെ തെളിവുകൾ സഹിതം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതാണ് ഒരു രാഷ്ട്രീയ ജനാധിപത്യ മര്യാദയ്ക്ക് ചേരുന്നത് എന്ന് ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യരെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. അത്രയേ ഉള്ളൂ. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.